സ്വാമി, തിരുവനന്തപുരം പത്മനാഭന്റെ മണ്ണ. ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് എവിടെയാ? പത്മനാഭന്റെ നിലവറയിൽ. നമുക്ക് വേണ്ട ചക്രം അദ്ദേഹം ഈ മണ്ണിലിട്ടിട്ടുണ്ട്. നമ്മൾ അത് വാരി കൂട്ടി എടുത്താൽ മതി. സ്വാമി, കണ്ണെന്തിനാ? കണ്ണ് കാണാൻ. അല്ലല്ല, കണ്ണുള്ളത് കണ്ണടയ്ക്കാനാ. അത് തിരുവനന്തപുരത്തിന്റെ 2ാം പാഠം. അല്ല, ഈ സർവീസിനിടയില് 28 സ്ഥലം മാറ്റുമോ? കഷ്ടം തന്നെ സ്വാമി. ഞാൻ സർവീസിൽ കയറിയിട്ട് 18 കൊല്ലമായി. എന്നെ ഇതുവരാരും ഭീഷണിപ്പെടുത്തിയിട്ടുമില്ല, സ്ഥലം മാറ്റിയിട്ടുമില്ല. പിന്നെ ഈ സൂഹിക്കാൻ ആഗ്രഹിക്കുന്നവന്മാരെ അങ്ങ് സൂഹിപ്പിച്ച് വിടണം. സ്വാമിക്ക് എന്ത് നഷ്ടം? വാ സ്വാമി. അമ്പ്രോ, ആ സ്റ്റെപ്പിനിങ്ങളോട് തിന്നരുത്. ആണും പെണ്ണുമായിട്ട് ഒന്നേ ഉള്ളൂ. ഇവൻ ഏത് ക്ലാസ്സിലാ? ഇവൻ 4ാം ക്ലാസ്സില്. അമ്പ്രോ, അങ്കിളിനെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോടാ. ഹലോ. മീൻ ബിരിയാണി ഇല്ലേ? ആ റൂട്ട് നാളെ. ശരി. ഇവന് എല്ലാ ഹോട്ടലിലെ ഐറ്റംസിനെ പറ്റി അറിയാം. ഞാൻ പറഞ്ഞില്ലേ സ്വാമി. വാ സ്വാമി. സാർ ഇത്തരം ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കാനാണെന്ന് വിചാരിക്കാം. സാർ ഇത്രയും സേർട്ട് വലിക്കോ? ഇങ്ങനെ കൊണ്ടുപാടി. എന്നിട്ട് സ്വാമിക്ക് കുടിക്കാൻ ചായ എടുക്കും. സ്വാമി, ഇത് അതൊന്നുമല്ല, വേറെ ടെക്നിക്കാ. കാണിച്ചുതരാം. ഇതിനകത്താണ് കുട്ടിച്ചാത്തൻ. സ്വാമി, കണ്ണടയ്ക്കുന്നതിന്റെ കൂലി അത്. തിരുവനന്തപുരത്തിന്റെ മണ്ണി നട്ടാ മുളയ്ക്കും, മുളച്ചാ വളരും, വളർന്ന കൊയ്യാം. ദാ ഇതുപോലെ. നൂറ്റമ്പതല്ലേ? അയ്യോ സാറേ, ഞാൻ വലിക്കൂല. അത് തുറന്നോക്കടോ. വത്സൻ സാറേ, ആ കോഴിക്കടക്കാരനാണ് ഉടായിപ്പാട്ടോ. ഫ്രിഡ്ജിന്റെ വാഷിംഗ് മെഷീന്റെ പൈസ കൊടുത്തോന്ന് അയാൾ പറയാ കൈക്കുലിക്കാശല്ലാതെ സൗകര്യമുള്ള കൊടുത്തോളാം. അതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ. എന്തോന്ന്? ഞാൻ അവനെ തന്തക്ക് വിളിച്ചു. എന്നിട്ട് പക്ഷെ അവനെക്കാട്ടും വലിയ അബദ്ധം പറ്റി കേട്ടോ. അവൻ എന്റെ കാറിന്റെ കുറ്റിക്കിട്ടടിച്ചു. അത് നന്നായി. അത് ശരി. അതെ സ്വാമി, ഇത് സുനി, നമ്മുടെ ഓഫീസിൽ HI2. അല്ല സാറേ, ഇതറിയില്ലേ? ഇതല്ലേ പട്ടാഭിരാമൻ. അയ്യോ സാറേ, നമസ്കാരം. സുനി, ചായ എടുക്കട്ടെ? അയ്യേ, അതെ സാറേ, അമ്മക്കൊരു ജവാൻ മേടിക്കാം. അച്ഛൻ മിലിറ്ററിയിലായതുകൊണ്ട് അമ്മ സാറേ. സ്വാമി, ഞാന് ഒരു വീട് തട്ടിക്കൂട്ടിയിട്ടുണ്ട്. ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ അതിനു വേണ്ടിയാ. അടുത്ത ആഴ്ച പെരവാസ്തുലി. എന്ത്? അല്ല, പെരവാസ്തുലി, ഹൗസ് വാമിങ്. അപ്പോ തിരുവനന്തപുരത്തിന്റെ ഏതാണ്ട് കാര്യങ്ങളുടെ കിടപ്പൊക്കെ സ്വാമിക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇനി പത്മനാഭനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു ഇറക്കം അങ്ങോട്ട് ഇറങ്ങിക്കോ. തകർക്കും.